രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനം. രാമായണ മാസമായ കർക്കിടകത്തിലെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നൻ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്ന ഒരു പൂർവീക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനെയും വിഷ്ണു ഭഗവാന്റെ ശങ്കായ പാഞ്ചജന്യത്തിന്റെ അവതാരമായ ഭരതനെയും ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണനെയും സുദർശന ചക്രത്തിന്റെ അവതാരമായ ശത്രുഘ്നെയും ദർശിക്കുവാൻ സാധിക്കുന്ന പുണ്യ ദിവസം. ഉദ്ദിഷ്ടകാര്യത്തിനും മുൻജന്മദോഷ പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമമാണെന്നാണ് വിശ്വാസം. ഐതിഹ്യപ്രകാരം സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ സീതാന്വേഷണത്തിന് താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് രാമപുരത്തെത്തി. ചുറ്റും കാടും മലയും നിറഞ്ഞ കിഴക്കുഭാഗത്ത് നദിയും പടിഞ്ഞാറു ഭാഗത്ത് പടവുമുള്ള അതിമനോഹരമായ ഇവിടുത്തെ അന്തരീക്ഷം കണ്ട ഭഗവാൻ സമീപത്ത് കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഈ സ്ഥലത്ത് രാമപുരം എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം. ജ്യേഷ്ഠനെ കാണാത്തതിനെ തുടർന്ന് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒന്നിച്ച് അന്വേഷണം ആരംഭിച്ചു. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ അവർ ഇവിടെ എത്തി ജ്യേഷ്ഠനെ കാണുകയുണ്ടായി. മൂവരും ജ്യേഷ്ഠനെ വണങ്ങി അടുത്തു തന്നെ വാഴാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീരാമൻ അനുജന്മാരോട് തങ്ങൾക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനക്കരയിലും ശത്രുഘ്നൻ മേത്തിരിയിലും താമസമുറപ്പിച്ചു. പിൻകാലത്ത് 4 ക്ഷേത്രങ്ങൾ വന്നു. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ രാമപുരം ശ്രീരാമ ക്ഷേത്രത്തിൽ ആരംഭിച്ച് തുടർന്ന് കൂടപ്പലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനക്കര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേത്തിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശിക്കുന്നതോടെ സവിശേഷമായ നാലമ്പല ദർശനം പൂർത്തിയാകുന്നു. നാലമ്പലങ്ങളുടെ നിർമ്മാണത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും സമാനതകളേറെയുണ്ട്. 4 ക്ഷേത്രത്തിനും സമീപത്തായി ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ക്ഷേത്രങ്ങളും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് അനുബന്ധിച്ച് ഭക്തഹനുമാൻ